വയനാട്ടിൽ ഉരുളെടുത്തവർക്കായുള്ള ജനകീയ തെരച്ചിൽ അവസാനിച്ചു. മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെ 6 സോണുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ പരിശോധന. ജനകീയ തിരച്ചിലിനിടെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് എല്ലായിടത്തു നിന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നത്. ഉറ്റവരെ തേടുന്നതിനിടെ പലരും പൊട്ടിക്കരഞ്ഞു. ഇനി ഇങ്ങനെയൊരു അവസ്ഥ ആർക്കും വരരുതെന്ന് പറയുകയാണ് മുണ്ടക്കൈക്കാർ. ഇപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, ഇത് നമ്മുടെ പപ്പയുടെ അമ്മയുടെ ശരീരഭാഗങ്ങൾ പൊന്തിവരാണെങ്കിൽ എത്രത്തോളം എനിക്ക് താങ്ങാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് പുറത്ത് കടക്കാൻ വെച്ച് നോക്കുമ്പോഴത്തേനും എല്ലാം കൂടി ഇടിഞ്ഞ് മേത്തുകൂടെ വീണു. എല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് തകർന്ന് തരിപ്പണമായിപ്പോയി. 10 പേര് മിസ്സാണ്, മരിച്ചു. അവർ അന്ന് രാത്രി വരെ ഞാൻ വിളിച്ചതാ. ഇത്രയ്ക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് നമുക്ക് സംഭവിച്ചത്. ഇപ്പോഴും എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. മരിച്ചാണ് ഞാനിപ്പോഴും വരുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, ഇത് നമ്മുടെ പപ്പയുടെ അമ്മയുടെ ശരീരഭാഗങ്ങൾ പൊന്തിവരാണെങ്കിൽ എത്രത്തോളം എനിക്ക് താങ്ങാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷേ കിട്ടിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന രീതിയാണോ, നമുക്ക് അത് പിന്നെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഒരു സൗണ്ട് കേട്ട് ഞാൻ നീച്ചതും എൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തായിരുന്നു എൻ്റെ ജനാലും ഇതൊക്കെ വരുന്നത്. ഫസ്റ്റ് തന്നെ ആ ജനാലും കാര്യങ്ങളും അടിച്ചുപോയി. അപ്പോൾ പിന്നെ കാണുന്ന മൊത്തം അങ്ങനെ ഒഴുകി പോകുന്നതൊക്കെയാണ്. അപ്പോൾ തന്നെ ആകെ ഒന്ന് ഷോക്കായി പോയി. പിന്നെ ഞാനൊന്ന് പുറത്ത് കടക്കാൻ വെച്ച് നോക്കുമ്പോഴത്തേനും എല്ലാം കൂടി ഇടിഞ്ഞ് മേത്തുകൂടെ വീണു. പിന്നെ എങ്ങനെയൊക്കെ ജീവൻ്റെ പപ്പളം കൊണ്ട് മേലെ കയറി കഴിച്ചിലായതാണ്. മഴ കാണുമ്പോൾ ഇപ്പോൾ ഒരു പേടിയാണ്. ഇങ്ങോട്ട് വരാൻ തന്നെ മനസ്സുകൊണ്ട് പേടിയാണ്. 23 വയസ്സിൽ നമ്മളൊന്ന് സ്വപ്നം കാണാത്തത് കൊണ്ട് ചെയ്തതാണ്. ലോണാണെങ്കിലും ഒരു ജീവിക്കണം എന്നുള്ളൊരു തോന്നലുകൊണ്ട് ചെയ്ത എല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് തകർന്ന് തരിപ്പണമായിപ്പോയി. അപ്പോൾ നമ്മൾ അയൽവാസികളോടൊക്കെ പറഞ്ഞിരുന്നു മാറാൻ വേണ്ടിയിട്ട്. ആരും മാറിയില്ല. കാരണം എന്താ വെച്ചാൽ അവരെ കുടുംബവും കാര്യങ്ങളൊന്നും ഇവിടെ ചൂരൽമല വേറെ ഇല്ല. അപ്പോൾ നമ്മളൊരു കുടുംബം ടൗണിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് മാറിയിരുന്നു. വീട് മൊത്തമായിട്ട് പോയി. ഈ സൈഡിലൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ടായിരുന്നു. നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ കുറേ പേരുണ്ടായിരുന്നു. നിയാസ് പറഞ്ഞ ഒരുത്തുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, അവിടെ വെള്ളം കൂടുന്നുണ്ടില്ലേ, പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ടില്ല, നമുക്ക് മാറി നിൽക്കണം എന്നൊക്കെ പുള്ളി ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു, അവിടെ മാറി നിന്നോ. അവൻ്റെ വീട് പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് അവനക്ക് പേടിക്കാല്ലാത്തതുകൊണ്ട് അവൻ മാറിയില്ല. പക്ഷെ അവൻ്റെ കുടുംബം മൊത്തം പോയി. അവനും അവൻ്റെ അനിയൻ, ഉപ്പ, അമ്മ എല്ലാവരും പോയി. 10 പേര് മിസ്സാണ്, മരിച്ചു. 5 പേരെ ബോഡി കിട്ടി. ഇനി 5 പേരെ കിട്ടാണ്ട്. ഇനി ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ വല്യമ്മേൻ്റെ വീടാണ്, കംപ്ലീറ്റ് പോയി. എല്ലാവരും പോയി അതിലുള്ള. ഇനി 5 പേരും കൂടെ കിട്ടാനുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. മരിച്ച ആൾക്കാരിൽ ഒരുപാട് പേര് പണിക്കാരും സുഹൃത്തുക്കൾ എല്ലാവരും പോയി. അവർ അന്ന് രാത്രി വരെ ഞാൻ വിളിച്ചതാ. പക്ഷെ പിന്നെ കുറേ ദിവസം വിളിയുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കട്ടായിപ്പോയി.